ഇന്ന് നമുക്കൊരു ഒരു ചെറിയ ഒരു സ്മാൾ ലൈബ്രറി മാനേജ്മെന്റ് സിസ്റ്റം സ്പ്രിംഗ് ബൂട്ട് ഉപയോഗിച്ചൊന്ന് ക്രിയേറ്റ് ചെയ്യാം. അതില് മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ട് മൊഡ്യൂൾസ് ആയിരിക്കും അതിനകത്തുള്ളത്, യൂസറും അഡ്മിനും. അഡ്മിന് യൂസറിന് എല്ലാ ബുക്ക് കാണാനും പറ്റും. അതേപോലെ ഏതെങ്കിലും ഒരു ബുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു റിക്വസ്റ്റ് കൊടുക്കാനും പറ്റും. സോ ആ റിക്വസ്റ്റ് കൊടുക്കുമ്പോഴത്തേക്ക് അഡ്മിൻ എന്ത് ചെയ്യും? ആ റിക്വസ്റ്റ് കാണാൻ പറ്റും. ആ ഒരു പർട്ടിക്കുലർ യൂസറിന് ആ ബുക്ക് കൊടുക്കണോ വേണ്ടേ എന്നുള്ള അപ്രൂവോ ഡിനൈയോ ചെയ്യാനുള്ള ഒരു ബട്ടൺ അത് അഡ്മിൻ സൈഡിൽ കാണാൻ പറ്റും. സോ അഡ്മിൻ മൊഡ്യൂളിൽ എന്തൊക്കെയായിരിക്കും? പുതിയ ബുക്കുകൾ ആഡ് ചെയ്യാൻ പറ്റും. ബുക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ സ്റ്റാറ്റസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യാം. ലൈക്ക് അത് അവൈലബിൾ ആണോ അല്ലേ എന്നുള്ളത് അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ബുക്കിന്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ആർക്കൊക്കെ ഏതൊക്കെ ബുക്ക് കൊടുത്തിട്ടുണ്ടെന്ന് കാണാൻ പറ്റും. പിന്നെ നമ്മളെ ബുക്കിന്റെ റിക്വസ്റ്റ് കാണാൻ പറ്റും. സോ ഇത്രയുള്ള ഒരു ചെറിയ എന്താണ് ഒരു ലൈബ്രറി മാനേജ്മെന്റ് സിസ്റ്റം ആണ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഇതുവഴി നമ്മൾ പറഞ്ഞു തരാം ഓരോ ഫംഗ്ഷനാലിറ്റിയും ഇങ്ങനെയാണ്. സോ ഇതിനകത്ത് നമ്മൾ എല്ലാ ഓപ്പറേഷനും ചെയ്യും. അതായത് CRUD ഓപ്പറേഷൻസ് എല്ലാം ചെയ്യും. ഒരു ബുക്കിനെ ഡിലീറ്റ് ചെയ്യാനോ അതേപോലെ അപ്ഡേറ്റ് ചെയ്യാൻ, റീഡ് ചെയ്യാൻ എല്ലാ ഫംഗ്ഷനാലിറ്റിയും ചെയ്യും. സോ ഓക്കെ, അതിനു മുമ്പായിട്ട് ഇവിടെ യൂസ് ചെയ്യുന്ന ടെക്നോളജീസ് അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. സോ അതായത് നമ്മളിപ്പോൾ ബാക്ക് എൻഡ് ആണ് കൂടുതൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് അല്ലേ? ബാക്ക് എൻഡ് സ്പ്രിംഗ് ബൂട്ട് പഠിക്കാനാണ് നോക്കുന്നത്. ദെൻ ഫ്രണ്ട് എൻഡ് എന്ന് പറയുന്നത് നമ്മൾ സാധാ HTML CSS അല്ലെങ്കിൽ ബൂട്ട് സ്ട്രാപ്പ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ദെൻ ഡേറ്റാബേസ് എന്ന് പറയുന്നത് H2 ഡേറ്റാബേസ് എന്ന് പറയുന്ന ഒരു ഡേറ്റാബേസ് ആയിരിക്കും. സോ H2 ഡേറ്റാബേസ് എന്ന് പറയുന്നത് എന്താണ്? സ്പ്രിംഗ് ബൂട്ട് തന്നെ ഡിഫോൾട്ട് ആയിട്ട് തരുന്ന ഒരു ഡേറ്റാബേസ് ആണ് H2 ഡേറ്റാബേസ് എന്ന് പറയുന്നത്. ഓക്കെ, സ്പ്രിംഗ് ബൂട്ടിൽ തന്നെ ഡിഫാൾട്ട് ആയിട്ട് വരുന്ന ഡേറ്റാബേസ് ആണ്. സോ ഈ ഡേറ്റാബേസ് രണ്ട് തരത്തിലാണ് കാണുന്നത്. മെമ്മറിയും ഉണ്ട്, അതായത് ഇൻ മെമ്മറി ഡേറ്റാബേസും ഉണ്ട്, അതേപോലെ ഫയൽ സിസ്റ്റം ഉണ്ട്. സോ ഇൻ മെമ്മറി എന്ന് പറയുമ്പോൾ നമ്മളൊരു സെർവർ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ആപ്ലിക്കേഷന്റെ സെർവർ ക്ലോസ് ചെയ്യുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ റെക്കോർഡ്സും ഡിലീറ്റ് ചെയ്യും. അതായത് മെമ്മറിക്കകത്ത് സ്റ്റോർ ചെയ്യുന്ന, അതായത് ഡേറ്റാബേസിനകത്ത് സ്റ്റോർ ചെയ്യുന്ന എല്ലാ റെക്കോർഡും സ്റ്റോർ ചെയ്യും. അതായത് ഒരു സെർവർ സ്റ്റാർട്ടായി എൻഡ് ആവുന്നത് വരെ ആയിരിക്കും ആ ഡേറ്റാബേസിനകത്തുള്ള ഡേറ്റാസിന്റെ ലൈഫ് എന്ന് പറയുന്നത്. അതേസമയം ഫയൽ സിസ്റ്റമാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? ആ ഒരു ഡേറ്റ പെർമനന്റ് ആയിട്ട് ആ ഒരു ഡേറ്റാബേസിൽ എക്സിസ്റ്റ് ചെയ്യും. സോ H2 ഡേറ്റാബേസ് വെച്ച് കോൺഫിഗർ ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ആണ് നമ്മളിവിടെ ചെയ്ത് നോക്കാനായിട്ട് പോകുന്നത്. സോ അതിനായിട്ട് നമുക്ക് സ്പ്രിംഗ് ബൂട്ട് ഒരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം അല്ലേ? സോ സ്പ്രിംഗ് ബൂട്ട് പ്രോജക്റ്റ് രണ്ട് രീതിയിൽ ക്രിയേറ്റ് ചെയ്യും. ഒന്ന് സ്റ്റാർട്ട് ഡോട്ട് സ്പ്രിംഗ് ഡോട്ട് IO, അതായത് സ്പ്രിംഗ് ഇനിഷ്യലൈസർ വഴി ക്രിയേറ്റ് ചെയ്ത് നമുക്ക് എക്ലിപ്സിനകത്ത് ഇമ്പോർട്ട് ചെയ്യും. എക്ലിപ്സ് ഡയറക്ട്ലി ഒരു സ്പ്രിംഗ് ബൂട്ട് പ്രോജക്റ്റ് സപ്പോർട്ട് ചെയ്യത്തില്ല, ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ നമുക്ക് എക്ലിപ്സ് വഴിയിട്ട് ഒരു ജാവ പ്രോജക്റ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഡൈനാമിക് വെബ് പ്രോജക്റ്റ് ഒക്കെ ഫയൽ ന്യൂ വഴി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമല്ലേ? ഞാൻ കാണിച്ചു തരാം. ലൈക്ക് ഇവിടെ ഫയൽ ന്യൂ ഒരു ഡൈനാമിക് വെബ് പ്രോജക്റ്റോ അല്ലെങ്കിൽ അതേഴ്സ് എടുത്തിട്ട് നമുക്ക് ജാവ പ്രോജക്റ്റോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ ഒരു സ്പ്രിംഗ് ബൂട്ട് പ്രോജക്റ്റ് എക്ലിപ്സിൽ ഡയറക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ അതുകൊണ്ടാണ് നമ്മൾ സ്പ്രിംഗിന്റെ തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റ്സ് യൂസ് ചെയ്യുന്നത്. ഒന്നുകിൽ ഇത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ STS എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ അവൈലബിൾ ആണ്. അതായത് സ്പ്രിംഗ് ബൂട്ട് പോലെ എക്ലിപ്സിന്റെ അതേ ഇന്റർഫേസിലുള്ള ഒരു സ്പ്രിംഗ് ബൂട്ട് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് STS എന്ന് പറയുന്നത്. സോ ഇതിൽ ഏത് വേണോ യൂസ് ചെയ്യാം. സോ കുറച്ചും കൂടി ബെറ്റർ ഇതുവഴി യൂസ് ചെയ്ത് നമുക്ക് എക്ലിപ്സിനകത്ത് ലോഡ് ചെയ്താലും മതി. സോ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന പ്രൊജക്ട് എന്ന് പറയുന്നത് മാവൻ പ്രൊജക്റ്റ് ആയിരിക്കും. ഗ്രാഡിലും ഉണ്ട്, മാവനും ഉണ്ട്. സ്പ്രിംഗിൽ രണ്ട് തരത്തിലുള്ള പ്രൊജക്ട് സപ്പോർട്ട് ചെയ്യും. സോ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന മാവൻ പ്രൊജക്റ്റ് ആണ്. നമ്മുടെ ഡിപ്പെൻഡൻസീസ് എല്ലാം, അതായത് നമ്മൾ സെർവർ റൺ ചെയ്യുന്നതും അതിനകത്തുള്ള കമ്പൈലേഷനും ഇന്റർപ്രിറ്റേഷനും അതിന്റെ എൻക്രിപ്ഷൻ ഡിക്രിപ്ഷൻ എല്ലാം നടക്കുന്നത് മാവൻ എന്ന് പറയുന്ന ഒരു കമ്പൈലർ വെച്ചിട്ടാണ്. നമ്മൾ ചൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ജാവയാണ്. ഈ സ്നാപ്ഷോട്ട് എന്ന് പറയുന്ന വെർഷൻ ഒഴിച്ച് ഏത് വെർഷൻ വേണോ നമുക്ക് എടുക്കാം. നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള വെർഷൻ തന്നെ പോവാം അല്ലെ, 3.3.1. അപ്പോൾ സ്പ്രിംഗ് ബൂട്ട് വെർഷൻ അതെടുക്കാം. സ്നാപ്ഷോട്ട് എന്ന് പറയുമ്പോൾ കുറച്ച് ബഗ്ഗുകളൊക്കെ അതിനകത്ത് കാണും, അതുകൊണ്ടാണ് സ്നാപ്ഷോട്ട് എടുക്കേണ്ടതെന്ന് പറയുന്നത്.
ദെൻ നെക്സ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് പേര് വേണോ കൊടുക്കാം. ഞാൻ com.i എന്നോ ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഒരു ആൽഫബറ്റ് കൊടുക്കുന്നു. ദെൻ ആർട്ടിഫാക്ട് എന്ന് പറയുന്നതാണ് നമ്മളുടെ പ്രോജക്റ്റിന്റെ പേര്. നമ്മളൊരു സ്പ്രിംഗ് ബൂട്ട് പ്രോജക്റ്റ് എപ്പോഴും സ്മാൾ ലെറ്ററിൽ എഴുതുന്നതായിരിക്കും ബെറ്റർ. സോ ഞാൻ ലൈബ്രറി എന്ന് പറയുന്ന ഒരു പേര് കൊടുത്തു. നെയിമും ലൈബ്രറിയാണ്. സോ ഇവിടെ പാക്കേജ് നെയിം കണ്ടോ, നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഗ്രൂപ്പ് നെയിമും ആർട്ടിഫാക്ട് ഐഡിയും വെച്ചിട്ടാണ് ഒരു പാക്കേജ് നെയിം ക്രിയേറ്റ് ആവുന്നത്. സോ ഞാൻ ഇവിടെ ലെങ്തി പേര് കൊടുത്താൽ അതിനനുസരിച്ചിട്ടുള്ള പേര് ഇവിടെ ജനറേറ്റ് ആവും. അതിപ്പോൾ അത് ഷോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഒരു ലെറ്റർ മാത്രം കൊടുത്തത്. ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഇപ്പം ലൈവ് മാനേജ്മെന്റ് സിസ്റ്റം എന്നൊരു സാമ്പിൾ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. പാക്കേജിങ് നമ്മൾ ജാറാണ് കൊടുക്കുന്നത്, വാറല്ല ജാറ്. ജാവ വേർഷൻ ഏതാണെന്ന് സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ജാവ വേർഷൻ യൂസ് ചെയ്യുക. മോസ്റ്റ്ലി 17 ആയിരിക്കും. ഇനി നമുക്ക് സ്പ്രിംഗ് ബൂട്ട് ആപ്ലിക്കേഷൻ എന്തൊക്കെ ഡിപ്പെൻഡൻസീസ് വേണം നോക്കാം. ആദ്യമായിട്ട് നമ്മളൊരു ഒരു വെബ് ആപ്ലിക്കേഷൻ ആണ് ഉണ്ടാക്കുന്നത് അല്ലേ. സോ അതിനു വേണ്ടി സ്പ്രിംഗ് വെബ് എന്ന് പറയുന്ന ഡിപ്പെൻഡൻസി ആഡ് ചെയ്യണം. അതായത് വെബ് ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാനോ അല്ലെങ്കിൽ റെസ്റ്റ്ഫുൾ ആയിട്ടുള്ള സർവീസസ് ഇൻവോക്ക് ചെയ്യാനൊക്കെയാണ് നമ്മൾ സ്പ്രിംഗ് വെബ് യൂസ് ചെയ്യുന്നത്. അതേപോലെ സ്പ്രിംഗ് MVC കൺട്രോളിനകത്ത് MVC കൺട്രോൾ എന്താണെന്ന് അറിയാമോ? ലൈക്ക് സ്പ്രിംഗ് MVC എന്ന് പറയുന്നത് ഒരു ഫ്രെയിം വർക്ക്. സോ ദിസ് ഈസ് ഓക്കെ, ഇതാണ് ഒരു സ്പ്രിംഗ് MVC എന്ന് പറയുന്നത് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. സോ ഇതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ MVC മോഡൽ കൺട്രോളർ വ്യൂ ഈ പറയുന്ന സർവീസ് വഴിയാണ് നടക്കുന്നത്. ഒരു ബ്രൗസറിൽ നിന്ന് ആദ്യം കൺട്രോളറിൽ റിക്വസ്റ്റ് പോകും. കൺട്രോളർ സർവീസ് വഴി മോഡൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡേറ്റാബേസ് ആയിരിക്കും, ഡേറ്റാബേസിനകത്ത് പെർഫോം ചെയ്യും. ശേഷം തിരിച്ച് സർവീസ് വഴി കൺട്രോളിൽ വന്നിട്ട് വ്യൂ എന്ന് പറയുന്നത് നമ്മുടെ ബ്രൗസർ ആയിരിക്കും. വ്യൂ എന്ന് പറയുന്ന ബ്രൗസറിലോട്ട് കൊടുക്കും. സോ ഈ ഒരു പാറ്റേണിൽ നമ്മൾ ഫോളോ ചെയ്യുന്നതിനെയാണ് MVC സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. സോ ഞാനത് കുറച്ചും കൂടി ലൈക്ക് ഇതേപോലെ ആയിരിക്കും വരുന്നത്. അതായത് ഒരു ബ്രൗസർ ആദ്യം കൺട്രോൾ ലെയറിനായിരിക്കും റിക്വസ്റ്റ് എടുക്കുന്നത്. അപ്പൊ നമ്മൾ ബ്രൗസറിൽ നിന്ന് വരുന്ന ഡേറ്റാസിനെ ആദ്യം ഫെച്ച് ചെയ്യുന്ന കൺട്രോളർ എന്ന് പറയുന്ന പാക്കേജിനകത്ത് നമ്മൾ ഓരോ പാക്കേജ് ക്രിയേറ്റ് ചെയ്യും. കൺട്രോളർ, സർവീസർ, റെപ്പോസിറ്ററി എന്ന് പറഞ്ഞ് ഈ പറയുന്ന ഓരോ പാക്കേജും നമ്മൾ സ്പ്രിംഗ് ബൂട്ട് ആപ്ലിക്കേഷനിൽ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ബ്രൗസറിൽ നിന്നുള്ള ആദ്യത്തെ ഇന്ററാക്ഷൻ കൺട്രോളർ ആയിരിക്കും. കൺട്രോളറിൽ നിന്നും നമ്മൾ സർവീസ് ലെയറിൽ പോകും. സർവീസ് ലെയറിലായിരിക്കും നമ്മൾ ബിസിനസ് ലോജിക്സ് നടക്കുന്നത്. അതായത് ഡേറ്റാബേസിൽ നിന്ന് ഡേറ്റ എടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടീഷനൊക്കെ ചെക്ക് ചെയ്യാനുണ്ടെങ്കിൽ അത് നടക്കുന്നത് സർവീസ് ലെയർ ആയിരിക്കും. സർവീസ് ലെയർ ആയിരിക്കും ഏതുമായിട്ട് റെപ്പോസിറ്ററി എന്ന് പറയുമ്പോൾ ഡേറ്റാബേസിന്റെ വേറൊരു പേരാണ്. ഡേറ്റാബേസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് സർവീസ് ലെയർ ആയിരിക്കും. സോ ഈ ഒരു പാറ്റേൺ ആണ് യഥാർത്ഥത്തിലുള്ള മീൻസ് കറക്റ്റ് MVC സ്ട്രക്ചർ എന്ന് പറയുന്നത്. MVC മീൻസ് മോഡൽ വ്യൂ കൺട്രോളർ സ്ട്രക്ചർ എന്ന് പറയുന്ന ഫോർമാറ്റ്. സോ അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്പ്രിംഗ് വെബ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഡിഫോൾട്ട് ആയിട്ടൊരു അപ്പാച്ചി ടോംകാറ്റും ഈ ഒരു ഡിപ്പെൻഡൻസി തരുന്നുണ്ട്. ദെൻ അടുത്തതെന്ന് പറയുന്നത് ലോങ് ബുക്ക് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. അതായത് കുറച്ച് ബോയിലർ പ്ലേറ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഗെറ്റർ, സെറ്റർ, കൺസ്ട്രക്ടർ ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടി ലോങ് ബുക്ക് യൂസ് ചെയ്യാം. നമുക്ക് അടുത്ത റെസ്റ്റ് പഠിക്കുന്ന സമയത്ത് ലോങ് ബുക്ക് വെച്ചിട്ട് ചെയ്യാം. കാരണം ഇപ്പൊ നമുക്ക് കൺസ്ട്രക്ടർ ഒക്കെ എഴുതി പഠിക്കാം. അപ്പൊ അതുകൊണ്ട് ഞാൻ ലോങ് ബുക്ക് ഡിപ്പെൻഡൻസി എടുക്കുന്നില്ല. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഡേറ്റാബേസിന്റെ ഡിപ്പെൻഡൻസി അല്ലേ. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് H2 ഡേറ്റാബേസ് ആണ്. സോ ഇതൊരു ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻബിൽട്ട് ആയിട്ട് വരുന്ന ഒരു മെമ്മറി ഡേറ്റാബേസ് ആണ്. സോ അതുകൊണ്ട് H2 ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം വേറെ ഏതെങ്കിലും ഡേറ്റാബേസ് ആണ്, MySQL ആണെങ്കിൽ അതിൻ്റെതോ ഡെർബി ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഡിപ്പെൻഡൻസി ആഡ് ചെയ്യുക. സോ നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് H2 ആണ്. സോ H2 ആഡ് ചെയ്യും. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ജാവ ആപ്ലിക്കേഷനും ഈ H2 ഡേറ്റാബേസോ ഡെർബിയോ MySQLോ ഏത് ഡേറ്റാബേസ് ആയിട്ടും അത് ഇന്ററാക്ട് ചെയ്യാനായിട്ട് ഒരു API വേണം, അല്ലെങ്കിൽ ഒരു ഇന്റർഫേസ് വേണം അല്ലേ. സോ അതിനെയാണ് നമ്മൾ JPA റെപ്പോസിറ്ററി എന്ന് പറയുന്നത്. അതായത് ഈ JPA എന്ന് പറയുന്നത് ഒരു പാക്കേജാണ്, ഒരു API ആണ്. ഇതിനകത്ത് ഒരുപാട് ഫങ്ഷനാലിറ്റി ഉണ്ട്. അതായത് നമ്മൾ SQL ക്വറീസ് എഴുതണ്ട. ഇപ്പം ഇൻസെർട്ട് ചെയ്യാനായിട്ടാണെങ്കിൽ അവർ ഇൻസെർട്ട് ചെയ്യാനുള്ള എല്ലാ ക്വറീസും വെച്ചിട്ട് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി കുറച്ച് ഫങ്ഷൻ ആക്കി വെച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു ഡേറ്റാബേസിലോട്ട് ഡേറ്റ സ്റ്റോർ ചെയ്യണം, അതാണ് ഇൻസേർഷൻ എന്ന് പറയുന്നത്. അതിന് ഡോട്ട് സേവ് എന്ന് പറയുന്ന മെത്തേഡ് മാത്രം വിളിച്ചാൽ മതി.
ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് വിളിച്ചാൽ മതി. ഇനി ഒരു ഐ ഡി ഫൈൻഡ് ചെയ്യണമെങ്കിൽ ഫൈൻഡ് ബൈ ഐ ഡി എന്ന് പറയുന്ന ഓരോ ഫങ്ഷൻസ് അവർ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അത് കുറച്ചും കൂടി എളുപ്പമാക്കാൻ, അതായത് ഡാറ്റാബേസ് നമ്മളെ ഫ്രണ്ട് എൻഡും കൂടി കുറച്ചും കൂടി കമ്മ്യൂണിക്കേഷൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ JP റെപ്പോസിറ്ററി യൂസ് ചെയ്യുന്നത്. അതിൽ നെക്സ്റ്റ് എന്ന് പറയുന്നത് ടൈം ലീഫ് എന്ന് പറയുന്ന ഒരു എഞ്ചിനാണ്. അതായത് ടൈം ലീഫ് എന്ന് പറയുന്നത് എഴുതിയിട്ടുണ്ട്. ഇറ്റ്സ് എ മോഡേൺ സെർവർ സൈഡ് ജാവ ടെംപ്ലേറ്റ് എഞ്ചിൻ അലോസ് HTML ടു ബി കറക്റ്റ്ലി ഡിസ്പ്ലേഡ് ഇൻ ദ ബ്രൗസർ ആസ്റ്റിക് സ്റ്റാറ്റിക് പ്രോട്ടോകോൾസ്. അതായത് HTML-നെ നമ്മൾ കുറച്ചുകൂടി ഇന്ററാക്റ്റീവ്, നമുക്കറിയാം HTML എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിക് ലാംഗ്വേജ് ആണ്. അപ്പൊ അതിനകത്ത് കുറച്ച് ഡൈനാമിക് ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു ഫ്രെയിം വർക്ക് അല്ലെങ്കിൽ ഒരു എക്സ്റ്റൻഷൻ ആണ് ടൈം ലീഫ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന HTML പേജിനെ കുറച്ച് സ്റ്റാറ്റിക് നിന്ന് മോഡേൺ സ്റ്റാറ്റിക് നിന്ന് ഡൈനാമിക് ആക്കാൻ വേണ്ടിയിട്ടാണ് തീം ലീഫ് എന്ന് പറയുന്ന ഈ പ്ലഗിൻ യൂസ് ചെയ്യുന്നത്. ഡിപ്പെൻഡൻസി യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഡെവ് ടൂൾസ് ആണ്. ഡെവ് ടൂൾസ് എന്ന് പറഞ്ഞാൽ കണ്ടോ, ഫാസ്റ്റ് ആൻഡ് റീഡ് സ്റ്റാറ്റ്സ്. നമ്മൾ ഓരോ തവണ സേവ് ചെയ്യുമ്പോഴും നമുക്ക് എന്ത് ചെയ്യണം, സെർവർ സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും സ്പ്രിംഗ് ബൂട്ട് ആപ്ലിക്കേഷൻ റൺ ചെയ്യണം. സോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഡെവ് ടൂൾസ് എന്ന് പറയുന്നത്. അതാകുമ്പോൾ ഒരു തവണ റൺ ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലും കോഡ് എഴുതി എന്തെങ്കിലും സേവ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി സെർവർ എന്ത് ചെയ്യും, റീസ്റ്റാർട്ട് ചെയ്യും. സോ ആ റീസ്റ്റാർട്ടിന് വേണ്ടിയിട്ട് ഡെവ് ടൂൾസ് യൂസ് ചെയ്യും. സോ ഇത്രയും ഡിപ്പെൻഡൻസീസ് ആണ് നമുക്ക് ഈ ഒരു പ്രോജക്റ്റ് ചെയ്യാനായിട്ട് വേണ്ടത്. സ്പ്രിംഗ് വെബ് ഒരു വെബ് ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് H2 ഡേറ്റാബേസ് നമ്മൾ യൂസ് ചെയ്യുന്ന ഡേറ്റാബേസിന്റെ ഡ്രൈവർ ഇതിനകത്താണ് ഉള്ളത് അല്ലേ. ദെൻ സ്പ്രിംഗ് ഡാറ്റ JPA, ഈ ഡേറ്റാബേസും നമ്മുടെ സ്പ്രിംഗ് വെബുമായിട്ട് ഇന്ററാക്ഷൻ നടത്താൻ വേണ്ടി, അതായത് SQL ക്വറീസെ കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്ത് അവർ ഓരോ ഫംഗ്ഷൻ ആക്കി എഴുതി വെച്ചിട്ടുണ്ട്. ആ ഫംഗ്ഷൻ കിട്ടാൻ വേണ്ടി സ്പ്രിംഗ് ഡാറ്റ JPA. പിന്നെ ടൈം ലീഫ് എന്ന് പറയുന്നത് HTML-നെ ഡൈനാമിക് ആക്കാൻ വേണ്ടിയിട്ട്. സ്പ്രിംഗ് ബൂട്ട് ഡെവ് ടൂൾസ് എന്ന് പറയുന്നത് ഓട്ടോ റീഫ്രഷ്, അതായത് എന്തെങ്കിലും റീഫ്രഷ് നടക്കുന്ന സമയത്ത് ഓരോ തവണയും സെർവർ സ്റ്റോപ്പ് ചെയ്ത് റീറൺ ചെയ്യാതെ നമ്മൾ കോഡ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ചേഞ്ചസ് ഹാപ്പൻ ചെയ്താൽ റൺ ചെയ്യാൻ വേണ്ടി നമ്മൾ വിഷ്വൽ സ്റ്റുഡിയോയിലൊക്കെ ലൈവ് സെർവർ യൂസ് ചെയ്തില്ല, അതേപോലെ. സോ ഇത്രയും ആഡ് ചെയ്ത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒന്നും കൂടി ചെക്ക് ചെയ്യുക. മാവൻ ആണ്, അതേപോലെ ജാർ ഫയലാണ്, ജാവയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്, ജാവ വേർഷൻ 17 ആണോ എന്ന് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ജനറേറ്റ് കൊടുക്കുക. ജനറേറ്റ് കൊടുക്കുന്ന സമയത്ത് ഇതെല്ലാം കൂടി ഒരു സിപ്പ് ഫയലായിട്ട് ഡൗൺലോഡ് ചെയ്യും. സോ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ സിപ്പ് ഫയലിനെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യണം. സോ അതിനായിട്ട് നമ്മളൊരു ഞാനിപ്പോൾ ഒരു വർക്ക് സ്പേസ് ഉണ്ടാക്കിയിടുകയാണ്. ഓക്കെ, പ്രോജക്റ്റ് വർക്ക് സ്പേസ് എന്ന് പറഞ്ഞ ഒരു വർക്ക് സ്പേസ് ഏതെങ്കിലും ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഒരു പ്രോജക്റ്റ് വർക്ക് സ്പേസ് എന്ന് പറയുന്ന ഒരു പേര് കൊടുത്തു. ഇനി എന്ത് ചെയ്യാം, ഈ ലൈബ്രറി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത സാധനത്തിന് എക്സ്ട്രാക്ട് ചെയ്യണം. എവിടെ, നമ്മുടെ വർക്ക് സ്പേസ് ഇല്ലേ, നമ്മൾ ക്രിയേറ്റ് ചെയ്ത വർക്ക് സ്പേസ്. സോ പ്രോജക്റ്റ് വർക്ക് സ്പേസ്, അതിനകത്തോട്ട് എക്സ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, എക്സ്ട്രാക്ട് ചെയ്ത് അപ്പോൾ ഇതിനകത്തൊരു ഫയൽ കിട്ടുമല്ലേ, നമ്മുടെ പ്രോജക്റ്റിന്റെ എല്ലാ ഫയലും കിട്ടും. അതിനുശേഷം എക്ലിപ്സ് ഓൺ ചെയ്യുക. എക്ലിപ്സ് ഞാൻ വർക്ക് സ്പേസ് ഓപ്പൺ ചെയ്യുന്നതോട്ട് കാണിച്ചു തരാം. എക്ലിപ്സ് ഓപ്പൺ ചെയ്യുക. ഓക്കെ, എക്ലിപ്സ് ഓൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ തന്നെ നമുക്ക് ഏത് വർക്ക് സ്പേസ് ചൂസ് ചെയ്യണമെന്ന് ചോദിക്കും. ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നില്ലെങ്കിൽ ബ്രൗസ് ചെയ്ത് നമ്മൾ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത ആ വർക്ക് സ്പേസ് കാണിച്ചു കൊടുത്താൽ മതി. സെലക്ട് ചെയ്യുക, എന്നിട്ട് ലോഞ്ച് കൊടുക്കുക. സോ ആ വർക്ക് സ്പേസിൽ എന്ത് ചെയ്യും, നമ്മൾ എക്ലിപ്സ് ഓപ്പൺ ആയി വരും. ഓക്കെ, സോ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇവിടെ ചെയ്യുന്നതെന്ന് പറയുന്നത് ഈ ഒരു എക്ലിപ്സിൽ നിന്നും പുതിയ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യില്ല. ആൾറെഡി നമ്മൾ സ്പ്രിംഗ് ഇനിഷ്യലൈസർ വഴി പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ആൾറെഡി ക്രിയേറ്റ് ചെയ്ത ഒരു പ്രോജക്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, എക്ലിപ്സിലോട്ട് ഇമ്പോർട്ട് ആണ് ചെയ്യേണ്ടത്. സോ അതിനു വേണ്ടി എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഫയൽ, ഇവിടെ താഴെ ഇമ്പോർട്ട് എന്ന് കണ്ടോ, അതായത് ഫയൽ ഇമ്പോർട്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് മാവൻ എന്ന് സെർച്ച് ചെയ്യുക. സോ മാവൻ എന്ന് സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും മാവന്റെ ഒരു ഫോൾഡർ ഓപ്പൺ ആയി വരും. അതിനകത്ത് എക്സിസ്റ്റിംഗ് മാവൻ പ്രോജക്ട്സ് എന്നും പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുമ്പോഴത്തേക്കും നമ്മളെ പ്രോജക്റ്റിന്റെ, അതായത് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത ഫോൾഡറിന്റെ റൂട്ട് ഡയറക്ടറി ചോദിക്കും. അപ്പോൾ ബ്രൗസ് ചെയ്ത് നമ്മൾ ലൈബ്രറി എന്ന് പറയുന്ന പ്രോജക്റ്റ് ആണല്ലോ ഡൗൺലോഡ് ചെയ്തത്. സോ അത് സെലക്ട് ചെയ്യുക. നമ്മൾ പ്രോജക്റ്റ്
ഡൗൺലോഡ് ചെയ്ത ഫയൽ എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ ഒരു ഫയൽ ഉണ്ടാവുമല്ലോ, ആ ഫോൾഡർ സെലക്ട് ചെയ്യുക. ഇങ്ങനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് pom.xml എന്ന് പറയുന്ന ഫയൽ ഇവിടെ ഓപ്പൺ ആകുന്നുണ്ടോ ഇല്ലേ എന്ന് ഉറപ്പുവരുത്തണം. നമ്മളിപ്പോൾ റോങ് പാത്ത് ഒക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ, അതായത് നമുക്ക് ഫോർ എക്സാമ്പിൾ ഞാനിവിടെ പ്രോജക്റ്റിന്റെ ഫയൽ മാറ്റി കൊടുത്തു എങ്കിൽ ആ ഒരു pom.xml വരത്തില്ല. സോ pom.xml വന്നാൽ മാത്രമേ നമ്മുടെ മാവൻ പ്രോജക്റ്റ് കറക്റ്റ് ആണെന്ന് നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ട് കറക്റ്റ് ആയിട്ടുള്ള ആ വർക്ക് സ്പേസിനകത്തുള്ള പ്രോജക്റ്റിന്റെ ഫയൽ കാണിച്ചു കൊടുക്കുക. സോ pom.xml വരും. ഇവിടെ ടിക്ക് മാർക്ക് ഡിസേബിൾ ആണെങ്കിൽ എനേബിൾ ചെയ്യുക, ദെൻ ഫിനിഷ് കൊടുക്കുക. ഫിനിഷ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ പ്രോജക്റ്റിനെ ലിസ്റ്റ് ഔട്ട് ചെയ്യും. സോ ഇവിടെ കണ്ടോ കുറച്ച് ഇമ്പോർട്ടിംഗ് പ്രോജക്ട്സുകളൊക്കെ നടക്കുകയായിരിക്കും. അപ്പൊ അത് ഒന്ന് കംപ്ലീറ്റ് ആവുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പൊ ഈ ഓരോ പ്രോജക്റ്റ് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്തും ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇവിടുത്തെ ഈ ഫോൾഡറിനൊക്കെ വ്യത്യാസം വരുന്നുണ്ട്. ഓരോ ഫോൾഡർ കണ്ടോ, ഇവിടെ കുറച്ച് പാക്കേജ് ഒക്കെ ഓട്ടോമാറ്റിക്കലി ഇമ്പോർട്ട് ആവുന്നുണ്ട്. സോ ഇതൊന്ന് ഫിനിഷ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഇവിടെ താഴെയായിട്ട് കാണിക്കും എത്ര പെർസെൻറ്റേജ് ആയെന്ന്. ഈ ഒരു സ്റ്റാറ്റസ് ബാർ കാണാനായിട്ട് ഇതിന് സൈഡിലുള്ള ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, നമ്മളെ പ്രോജക്റ്റ് എല്ലാം ഇവിടെ ഇമ്പോർട്ട് ആയിട്ടുണ്ട്. സോ ഇനി ഇത് നമുക്ക് എക്സ്പ്ലോർ ചെയ്യും. ഇത് എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് ഇതിൽ src.main.java എന്ന് പറയുന്ന ഫോൾഡറും src.main.resource എന്ന് പറയുന്ന ഫോൾഡറും ഉണ്ട്. അതേപോലെ src test java എന്ന് പറയുന്ന ഫോൾഡറും ഉണ്ട്. സോ src.main.java എന്ന് പറയുന്നതിനകത്ത് ഒരു ലൈബ്രറി, ഒരു പാക്കേജ് ആയിരിക്കും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ ആയിരിക്കും നമ്മൾ MVC എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് ചുരുക്കം പറഞ്ഞാൽ നമ്മൾ ജാവ കോഡുകളെല്ലാം പ്ലേസ് ചെയ്യുന്നത് src main java എന്ന് പറയുന്ന ഫോൾഡറിലായിരിക്കും. ഈ src മെയിൻ റിസോഴ്സ് എന്ന് പറയുന്ന ഫോൾഡർ ഉണ്ടോ, അതിനകത്ത് രണ്ട് പ്രോപ്പർട്ടീസ് ആണുള്ളത്, സ്റ്റാറ്റിക്കും ഉണ്ട്, ടെംപ്ലേറ്റ്സും ഉണ്ട്. ഓക്കെ, ഈ സ്റ്റാറ്റിക് എന്ന് പറയുന്ന സാധനം, അതായത് ഈ റിസോഴ്സസ് എന്ന് പറയുന്ന ഫോൾഡർ ഈ ഒരു പാക്കേജിനകത്ത്, അതായത് നമ്മളെ ലൈബ്രറി /src/main/resourcesനകത്തായിരിക്കും നമ്മളെ HTML പേജോ നമുക്ക് വേണ്ടിയിട്ടുള്ള ഇമേജസ്, അതേപോലെ CSS ഫയൽ, ജാവാസ്ക്രിപ്റ്റ് ഫയൽസ് ഇതെല്ലാം പ്ലേസ് ചെയ്യുന്ന റിസോഴ്സസിനകത്തായിരിക്കും. അതിൽ ടെംപ്ലേറ്റ്സിനകത്ത് വേണം നമ്മൾ HTML പേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. HTML പേജ് എല്ലാം പ്ലേസ് ചെയ്യുന്ന HTML ഏത് പേജ് ആണെങ്കിലും, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ PHP ആണെങ്കിലോ JSP ആണെങ്കിലോ അതെല്ലാം പ്ലേസ് ചെയ്യേണ്ടത് ടെംപ്ലേറ്റ്സിനകത്താണ്. സ്റ്റാറ്റിക് എന്ന് പറയുമ്പോൾ നമ്മൾ അസറ്റ്സ്, അതായത് ഇമേജസ്, ഗിഫ്, വീഡിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും, ജാവാസ്ക്രിപ്റ്റ് ഫയൽസോ CSS ഫയൽസോ അതെല്ലാം സ്റ്റാറ്റിക് എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് വേണം ഇടാനായിട്ട്. ദെൻ ഇവിടെ കണ്ടു ആപ്ലിക്കേഷൻ ഡോട്ട് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന ഫോൾഡർ ഉണ്ട്. സോ അതൊന്ന് ഓപ്പൺ ചെയ്യുക. സോ ആപ്ലിക്കേഷൻ ഡോട്ട് പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം സ്പ്രിംഗ് ഇനിഷ്യലൈസറിൽ നമ്മളിവിടെ ഒരു ആർട്ടിഫാക്റ്റ് കൊടുത്തില്ലായിരുന്നോ, ഈ ആർട്ടിഫാക്റ്റ് ഐഡി ആയിരിക്കും നമ്മളെ പ്രോജക്റ്റ് നെയിം ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇത് ബൈ ഡിഫോൾട്ട് ആയിട്ട് വരുന്നതാണ്. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുണ്ട്. സോ ഞാനത് തൽക്കാലം ഇതൊന്ന് കട്ട് കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ്, എന്നിട്ട് ഇത് ഓരോന്ന് പറഞ്ഞു. അതായത് നമ്മൾ നേരത്തെ ആഡ് ചെയ്ത ഡിപ്പെൻഡൻസീസിന്റെ ഒരു ഫോർമാറ്റ് ആണ് ആഡ് ചെയ്യുന്നത്. അതായത് dev tools enable ട്രൂ ആയിരിക്കണം, H2 കൺസോൾ, അതായത് നമ്മുടെ ഡേറ്റാബേസിന്റെ കൺസോൾ ട്രൂ ആയിരിക്കണം, ആ ഡേറ്റാബേസിന്റെ പാത്ത് ഈ ഒരു URL കൊടുക്കുമ്പോൾ വേണം അത് വരാൻ, പിന്നെ സെറ്റിംഗ് ട്രേസ് ഫാൾസ് ആയിരിക്കണം. ഇനി കണ്ടോ സ്പ്രിംഗ് ഡേറ്റ URL, അവിടെ JDBC, അതായത് ജാവ ഡേറ്റാബേസ് കണക്ടിവിറ്റി എന്നാണ് JDBCന്റെ ഫുൾ ഫോം. H2 നമ്മൾ യൂസ് ചെയ്യുന്നത് H2 ആയതുകൊണ്ട് H2, MySQL ആയിരുന്നെങ്കിൽ MySQL ആയിരുന്നു. നമ്മൾ ഡ്രൈവറിന്റെ പാത്താണ് കൊടുക്കുന്നത്. ദെൻ ഇവിടെ ഫയലാണ് കൊടുത്തിരിക്കുന്നത്. സോ എന്തിനാ ഫയൽ കൊടുത്തിരിക്കുന്നത്, അതായത് നമുക്ക് പെർമനന്റ് ആയിട്ട് ഈ ഡേറ്റ സ്റ്റോർ ആവാം. ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു, നമ്മൾ ഈ ഡേറ്റാബേസ് രണ്ട് രീതിയിൽ ആക്ട് ചെയ്യും, ഇൻ മെമ്മറി ആയിട്ടും ഫയലായിട്ടും. അപ്പൊ ഇൻ മെമ്മറി ആണെങ്കിൽ ഈ സെർവർ, ഈ എക്ലിപ്സ് ക്ലോസ് ചെയ്യുന്നതോടുകൂടി, അല്ലെങ്കിൽ സെർവർ ക്ലോസ് ചെയ്യുന്നതോടുകൂടി ആ ഡേറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റ റേസ് ആയി പോകും. സോ അത് ഇവിടെ പറഞ്ഞു കൊടുക്കാം. ഇപ്പൊ മെമ്മറി ആണെങ്കിൽ മെമ്മന്ന് കൊടുക്കുക, ഫയൽ സിസ്റ്റം ആണ് വേണ്ടെങ്കിൽ ഫയൽ സിസ്റ്റം കൊടുക്കുക. ദെൻ ഇവിടെ നമുക്ക് ഡേറ്റാബേസിന്റെ പേര് കൊടുക്കാം. ഞാനിപ്പം ലൈബ്രറി DB എന്ന് പേര് കൊടുക്കുന്നു. സോ നമ്മുടെ ഡേറ്റാബേസിന്റെ പേര് എന്ന് പറയുന്നത് ലൈബ്രറി ആയിരിക്കും. ഓട്ടോ കണക്ട് ട്രൂ, ഓട്ടോ സെർവറും ട്രൂ കൊടുക്കുക. ദെൻ നമ്മളെ ഡ്രൈവറിന്റെ ക്ലാസ് ഏതാണെന്ന് വെച്ചാൽ അത് അതായത് H2 ഡ്രൈവർ ആണ് വേണ്ടത്. യൂസർ നെയിം SA എന്ന് പറയുന്നത് എന്താ, സൂപ്പർ എന്ന് പറയുന്നതാണ്. SQL പ്രിവ്യൂ കാണിക്കുക,
സെക്യൂരിറ്റി പാസ്വേഡ് ടെസ്റ്റ് ഇത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാൽ ഇവിടെ കിടക്കട്ടെ. സോ ഇതൊക്കെയാണ് നമ്മൾ ആപ്ലിക്കേഷൻ ഡോട്ട് പ്രോപ്പർട്ടീസിൽ ആഡ് ചെയ്യുന്നത്. ഇത് എങ്ങനെ കാണാതെ പഠിക്കും എന്നുള്ള കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഇതൊന്നും കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ H2 ഡേറ്റാബേസിന്റെ ഡ്രൈവർ ആപ്ലിക്കേഷൻ പ്രോപ്പർട്ടീസ് വേണമെങ്കിൽ H2 ഡേറ്റാബേസ് ആപ്ലിക്കേഷൻ ഡോട്ട് പ്രോപ്പർട്ടീസ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ എന്ത് ചെയ്യും, ആ ഒരു സോഴ്സ് കണ്ടു നമ്മളിപ്പോൾ ഇവിടെ കൊടുത്ത സാധനം കിട്ടും. ഇവിടെ മെമ്മറിയാണ് കൊടുക്കുന്നത്, അത് മാറ്റി നമ്മൾ ഡേറ്റാബേസ് കൊടുത്താൽ മതി. ദെൻ ഇനി MySQLന്റെ വേണമെങ്കിൽ MySQL ഡോട്ട് പ്രോപ്പർട്ടീസ് എന്ന് കൊടുത്താൽ അത് കണക്ട് ചെയ്യേണ്ട എല്ലാ ഡിപ്പെൻഡൻസീസും ഇവിടെ നിന്ന് തന്നെ കിട്ടും. ഓക്കെ, ഇതിലൂടെ അതാ സോ അതിന്റെ ഡേറ്റാബേസ് കണക്ട് ചെയ്യാനുള്ള ക്വറീസ് എല്ലാം നമുക്ക് കിട്ടും. സോ അതിനെ ഓർത്ത് പേടിക്കേണ്ട. ഓക്കെ, സോ ഇതാണ് ഇത്രയും ഉള്ള ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് ഇതാണ് നമ്മുടെ മെയിൻ ഫയൽ എന്ന് പറയുന്നത്. അതായത് ഒരു ജാവ ആപ്ലിക്കേഷന് ഒരു മെയിൻ ഫയൽ മാത്രമേ കാണത്തുള്ളൂ. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓരോ ജാവ ഫയലും പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ എന്ന് പറയുന്ന ഈ ഫയൽ ഉണ്ടാകത്തില്ല. സോ ഇവിടെ നോക്കിയാൽ അറിയാം ഇതൊരു മെയിൻ ഫയലാണ്. ഈ മെയിൻ ഫയലിനകത്ത് ഒരു അനോട്ടേഷൻ കൊടുത്തിട്ടുണ്ട്, സ്പ്രിംഗ് ബൂട്ട് ആപ്ലിക്കേഷൻ. അപ്പം ഈ ഫയലാണ് നമ്മൾ ഇനി ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന എല്ലാ ഫയൽസിന്റെയും മെയിൻ ഫയലായിട്ട് ആക്ട് ചെയ്യുന്നത്. സോ ഏത് ക്ലാസ്സിനാണോ, ഇതിനെയാണ് അനോട്ടേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഒരു അനോട്ടേഷൻ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മളൊരു ജാവ കോഡ്, അത് സ്പ്രിംഗ് ബൂട്ടിൽ എഴുതുന്ന ഒരു ജാവ കോഡ് ഒരു ക്ലാസ്സസ് ആയിട്ടായിരിക്കില്ല ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം ഒരു ക്ലാസ് എന്തായിട്ട് ആക്ട് ചെയ്യണം, ഇവിടുത്തെ കേസിൽ ഇതൊരു മെയിൻ ഫംഗ്ഷൻ ആയിട്ട് ആക്ട് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് സ്പ്രിംഗ് ബൂട്ട് ആപ്ലിക്കേഷൻ കൊടുത്തേക്കുന്നത്. ഇനി നമ്മൾ അറ്റ് കൺട്രോളർ കൊടുത്താൽ ആ ഒരു ക്ലാസ് കൺട്രോളർ ആയിട്ട് ആക്ട് ചെയ്യണം. അത് ഞാൻ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു തരാം. ദെൻ ഇതിനകത്ത് സ്പ്രിംഗ് ആപ്ലിക്കേഷൻ ഡോട്ട് റൺ നമ്മൾ ആപ്ലിക്കേഷന്റെ ക്ലാസ് എന്നാണ് പറയുന്നത്. സോ ഇതാണ് നമ്മളെ മെയിൻ ഫയൽ. സോ ഇത് റൺ ചെയ്ത് വേണം എന്ത് ചെയ്യാനായിട്ട്, നമ്മൾ ആപ്ലിക്കേഷൻ റൺ ആവാനായിട്ട്. സോ ഓരോ ക്ലാസ്സിലും മെയിൻ ഫയൽ എഴുതരുത്. ഇനി ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന പാക്കേജസിലൊന്നും മെയിൻ ഫയൽ ഇല്ല. ഇതാണ് നമ്മുടെ മെയിൻ ഫയൽ. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ഒരു സിസ് ഔട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ടെസ്റ്റിംഗ് അവർ പ്രോജക്റ്റ്. ആക്ച്വലി നമ്മൾ ഇതിനകത്ത് കോഡൊന്നും ചെയ്യത്തില്ല. ഇതിപ്പോൾ ഞാൻ ഒരു സാമ്പിൾ കാണിച്ചു തരാൻ വേണ്ടി മാത്രം ചെയ്തതാണ്. ഇനി എങ്ങനെ ഒരു സ്പ്രിംഗ് ബൂട്ട് ആപ്ലിക്കേഷൻ റൺ ചെയ്യും? രണ്ട് രീതിയിൽ റൺ ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് ഈ മെയിൻ ഫയൽ ഓപ്പൺ ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത്, അതായത് ഈ മെയിൻ, അതായത് ഈ കോം ഡോട്ട് എ ലൈബ്രറി, ഇത് നമ്മൾ ആർട്ടിഫാക്ട് ഐ ഡി ആണ്. അതായത് ഈ സ്പ്രിംഗ് ഇനിഷ്യലൈസ് വെച്ച് ചെയ്തപ്പോൾ ഉള്ള പാക്കേജ് നെയിമാണിത്. അതാണ് നമ്മുടെ ഡിഫോൾട്ട് മെയിൻ ഫയൽ കിടക്കുന്നത്. അതിനകത്ത് പോയി നമ്മുടെ മെയിൻ ഫയൽ ഓപ്പൺ ചെയ്ത് റൺ ജാവ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോഴത്തേക്കും കൺസോളിനകത്ത് കണ്ടോ ഒരു കൺസോൾ വരും. അതിനകത്ത് നമ്മുടെ സ്പ്രിംഗ് ബൂട്ട് സ്റ്റാർട്ടാവും. സ്പ്രിംഗ് ബൂട്ട് സ്റ്റാർട്ടായി കുറച്ച് ലോഡിങ് കഴിഞ്ഞ് ജസ്റ്റ് ഇങ്ങോട്ട് സ്ക്രോൾ ഡൗൺ റൈറ്റിലോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ടോം കാറ്റ് സെർവർ സ്റ്റാർട്ട് ഓൺ പോർട്ട് 8080 എന്ന് കാണിക്കും. അതിനർത്ഥം നമുക്ക് ഇനി ബ്രൗസറിൽ പോയി ലോക്കൽ ഹോസ്റ്റ് :8080 കൊടുത്താൽ നമ്മളെ പോർട്ട് ഇവിടെ വരും. ആക്ച്വലി ഇപ്പൊ ഇത് വരാത്തതെന്ന് പറയുന്നത് നമ്മൾ എന്ത് HTML പേജ് ഒന്നും ക്രിയേറ്റ് ചെയ്ത് ഇട്ടിട്ടില്ല. സോ അതുകൊണ്ടാണ് ഇപ്പൊ നിലവിൽ ഒരു പേജും റണ്ടറായി വരാത്തത് അല്ലേ. ഇനി ഇതിനകത്ത് സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു പ്രോജക്റ്റ് റൺ ചെയ്യുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ രീതി, ഈ ഓരോ പ്രോജക്റ്റ് കഴിയുമ്പോഴും ഈ റെഡ് ബട്ടൺ ഇവിടെ ക്ലോസ് ചെയ്യണം. കാരണം ഒരു സമയം ഒരു ടെർമിനൽ മാത്രമേ നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഞാനിത് താഴോട്ട് എടുത്ത് കൊടുക്കാം. ഇനി രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് പ്രോജക്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ദെൻ റൺ ആസ് മാവൻ ബിൽഡ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. ചില പ്രോഗ്രാമിൽ 2 മാവൻ ബിൽഡ് കാണും. ഈ മാവൻ ബിൽഡ് കുത്ത് 3 ഡോട്ട് കൊടുക്കുന്നത് എടുത്താൽ മതി. അതിനകത്ത് ഗോൾസ് എന്ന് പറയുന്ന ഈ സെഷനിൽ സ്പ്രിംഗ് -boot: run
എന്താ അടിക്കേണ്ട കമാൻഡ് എന്ന് പറയുന്നത് സ്പ്രിങ് -boot : ഞാനിവിടെ നോട്ട്പാഡിൽ ടൈപ്പ് ചെയ്തത് അത് സ്ക്രീൻ വലുതാക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഈ ഒരു കമാൻഡ് ടൈപ്പ് ചെയ്യുക. സോ ബേസിക്കലി ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, സ്പ്രിംഗ് ബൂട്ട് റൺ ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ റിയാക്ട് ഒക്കെ പഠിക്കുമ്പോഴത്തേക്കും nvn റൺ ആപ്പ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുക്കത്തില്ലേ, അതേപോലെ സ്പ്രിംഗ് ബൂട്ട് റൺ ചെയ്യാനുള്ള കമാൻഡ് എന്ന് പറയുന്നത് സ്പ്രിംഗ് -boot : റൺ എന്നാണ്. സോ അത് ഈ ഗോളിൽ കൊടുത്തിട്ട് റൺ കൊടുത്താലും മതി. ആ സമയം എന്ത് ചെയ്യാൻ പറ്റും, സ്പ്രിംഗ് ബൂട്ട് സ്റ്റാർട്ടപ്പ് ചെയ്യും. നമ്മുടെ സ്പ്രിംഗ് ബൂട്ട് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആവും. സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും കണ്ട ടോംകാറ്റ് പോർട്ട് സ്റ്റാർട്ടഡ് ഓൺ 8080 എന്ന് കാണും. നമ്മളെ ടെസ്റ്റ് അവർ പ്രോജക്റ്റ് ഇവിടെ കൺസോളിൽ കാണിക്കുകയും ചെയ്യും. നമ്മൾ ജസ്റ്റ് ഇവിടെ പ്രിന്റ് ചെയ്ത നേരത്തെ ഇതുവഴി റൺ ചെയ്തപ്പോഴത്തേക്കും കൺസോളിൽ പ്രിന്റ് ചെയ്യുന്ന കാണിച്ചു തന്നിട്ടില്ലായിരുന്നു അല്ലേ. ഓക്കെ, ആദ്യം പറഞ്ഞ രീതിയിലും കൂടി റൺ ചെയ്ത് നോക്കുക. അതായത് ഇവിടെ ഈ ഒരു മെയിൻ ഫയൽ ഓപ്പൺ ചെയ്ത് റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ കൊടുക്കുന്നു, വെയിറ്റ് ചെയ്യുക. അതായത് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ റൺ ആയി എന്ന് അറിയുന്നത് ഈ ടോംകാറ്റ് സ്റ്റാർട്ടഡ് ഓൺ പോർട്ട് 8080 എന്നാണ്. ബൈ ഡിഫോൾട്ട് ഇങ്ങനെയായിരിക്കും കാണുന്നത്. അതൊന്ന് സൈഡിലോട്ട് സ്ക്രോൾ ചെയ്താൽ മതി കൺസോൾ. അപ്പം 8080 എന്ന് ആണെന്നുണ്ടെങ്കിൽ നമ്മളെ പ്രോജക്റ്റ് റൺ ആയി എന്നാണ് അർത്ഥം. നമ്മൾ കൊടുത്ത ടെസ്റ്റ് അവർ പ്രോജക്റ്റ് കൺസോളിൽ പ്രിന്റ് ആവുന്നുണ്ട്. സോ ഇതാണ് ഒരു ബേസിക് ഓവർവ്യൂ എന്ന് പറയുന്നത്. ആവശ്യം കഴിയുമ്പോൾ ടെർമിനൽ ക്ലോസ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ നമുക്കൊരു ലോഗിൻ രജിസ്ട്രേഷൻ ഒക്കെ ചെയ്യാം. സോ ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു ഫോൾഡർ സ്ട്രക്ചർ. സോറി, ഇനി ഇതെന്താണെന്ന് കൂടി പറഞ്ഞുതരാം അല്ലേ. SRC ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ ടെസ്റ്റേഴ്സ് യൂണിറ്റ് ടെസ്റ്റിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഇവിടെ ആയിരിക്കും കോഡ് എഴുതാൻ പോകുന്നത്. ഓക്കെ.